ഗൗരി പരിഭവത്തോടെ നിൽക്കുന്നത് കണ്ട് ദേവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവയ്ക്കാൻ ശ്രമിച്ചതും അവൾ കൈ തട്ടി മാറ്റി. അവന് നേരെ വിരൽ ചൂണ്ടി, ദേ, ഈ ഇടയായി കുറച്ച് കൂടുന്നുണ്ടേ. എനിക്കിതൊന്നും ഇഷ്ടല്ല. ഇഷ്ടല്ലെന്നോ? നീ എൻ്റെ ഭാര്യയല്ലേടി. എന്നിട്ട് നിന്നെ ഒന്ന് കിസ് ചെയ്യുന്നത് നിനക്കിഷ്ടല്ലെന്നോ? ഭാര്യ തന്നെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ നമുക്കിടയിൽ ഒരു വേലിയുണ്ട്. വേലിയല്ല, മതിൽ. സമൂഹമെന്ന വൻ മതിൽ. എവിടെയെങ്കിലും ഭാര്യയും ഭർത്താവും ഒരു വീട്ടിൽ 2 മുറികളിൽ കിടക്കുന്നുണ്ടാവുമോ? ഇല്ലല്ലോ. നമ്മളിപ്പോഴും 2 മുറികളിലാ. എന്തുകൊണ്ട്? സമൂഹത്തെ പേടിച്ച്. ഭാര്യയാണെന്ന് ഭർത്താവാണെന്നും പരസ്പരം പറയുന്നുണ്ടെങ്കിലും സമൂഹം അറിഞ്ഞിട്ടില്ലാത്തതിൻ്റെ വിടവ് നമുക്കിടയിലുണ്ട്. ആ വിടവ് മാറുന്നത് വരെ പൂർണ്ണമായി നിങ്ങളുടെ ഭാര്യയാവാൻ എനിക്ക് പറ്റില്ല. ഒരു ഭാര്യ എന്ന അവകാശത്തിനപ്പുറം സമൂഹത്തിനു മുന്നിൽ അംഗീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണിൻ്റെ നിസ്സഹായാവസ്ഥ ആ മുഖത്ത് ദേവൻ കണ്ടു. അവളോടുള്ള പ്രണയത്തേക്കാൾ ഉപരി അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിൻ്റെ ആഴം അവൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഗൗരി, സോറിയടി. എൻ്റെ സന്തോഷങ്ങൾക്കിടയിൽ നിന്നെ ഞാൻ കാണാതെ പോകുന്നതല്ല. നീ പറഞ്ഞത് സത്യ. ഒളിപ്പിച്ചു വയ്ക്കപ്പെടുന്ന ബന്ധത്തിന് എപ്പോഴും ഒരു അപൂർണതയുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ നീ മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ ശ്വാസം പോലും നീയാ. നീ എൻ്റെ പെണ്ണാ. എൻ്റെ മാത്രം. എൻ്റെ മനസ്സ് അംഗീകരിച്ച എൻ്റെ സർവ്വവും. നിന്നിലാ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്. നിന്നിൽ അലിഞ്ഞു ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നീ ഭയക്കുന്ന ആ സമൂഹത്തെക്കുറിച്ചും അവരുടെ ചോദ്യങ്ങളെക്കുറിച്ചും എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് നീയെന്ന് വച്ചാൽ ഇപ്പോൾ ഒരു തരം ഭ്രാന്താ. ഓരോ നിമിഷവും നിന്റെ സാമീപ്യം ഞാൻ കൊതിച്ചു പോകുന്നുണ്ട്. പതുക്കെ അവൻ തൻ്റെ കൈകൾ നീട്ടി അവളുടെ മുഖത്തെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു. ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം എനിക്ക് നിന്നെ കാണണം. ഇങ്ങനെയൊന്ന് തൊടണം. നെഞ്ചോട് ചേർത്ത് പുൽകണം. ആഴത്തിലൊന്ന് ചുംബിക്കണം. പ്രണയിക്കാൻ പോലും സമൂഹത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ലേടി. അവൾ ഒരു പൊട്ടിക്കരച്ചിലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനെ ചുറ്റിപ്പിടിച്ചു. ഐ ലവ് യു ദേവേട്ട. റിയലി ലവ് യു. അവനും സന്തോഷത്തോടെ അവളെ ചുറ്റിപ്പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. ഇത്രേ വേണ്ടൂ. ഇതിനുകൂടെ സമ്മതിക്കാതെ നീ അമ്മയുടെ റൂമിൽ ചെന്ന് കിടന്നാൽ എങ്ങനെയാ? അതുകൊണ്ടല്ലേ ഞാൻ. അവൾ നാണത്തോടെ ചിരിച്ച് മുഖമുയർത്തി അവനെ നോക്കി. അവൻ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വലതുകൈ എടുത്ത് വിരൽ തുമ്പുകൾ കൊണ്ട് അവളുടെ കവിളിലൂടെ തഴുകിയിറങ്ങി. ചുണ്ടിൽ മൃദുവായി ഒന്ന് തലോടി കീഴ്ചുണ്ട് വിരലുകൾ കൊണ്ട് കൂട്ടിപ്പിടിച്ചു. അവളുടെ ചുണ്ടുകളൊന്ന് വിറച്ചു. അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് ഇരുവരും തിരിച്ചറിഞ്ഞു. കടിക്കട്ടെ? അയ്യോടാ, പോ അവിടുന്ന് എന്ന് പറഞ്ഞ് അവനെ തള്ളിമാറ്റി അവൾ പുറത്തേക്കോടി. അവളുടെ തള്ളലിൽ ദേവൻ പുറകിലേക്കൊന്ന് വേയിച്ചു. നിറഞ്ഞ ചിരിയോടെ ചെന്ന് അലമാരയിൽ നിന്ന് മാറാനുള്ള ഡ്രസ്സ് എടുത്തു. സന്തോഷത്തോടെ താഴേക്കിറങ്ങി വരുന്ന ഗൗരിയെ കണ്ട് രവി, എന്താ വലിയ സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ടാവുമ്പോൾ സന്തോഷിക്കണ്ടേ? ഇത്രമാത്രം സന്തോഷിക്കാൻ എന്താ ഇപ്പം അവിടെ ഉണ്ടായത്? അവളൊന്ന് പതറിയെങ്കിലും, ആദ്യം ഒരു കല്യാണം കഴിക്ക്. എന്നിട്ട് ചിരിക്കാതെ മസിലും പിടിച്ച് ഇതിനെ നടന്നു കാണിക്ക്. അപ്പം പറയാം. കൂസലില്ലാതെ പറഞ്ഞു പോകുന്ന ഗൗരിയെ കണ്ട് രവിക്ക് ചിരി വന്നു. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ഇവിടെ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു? ഇപ്പം ഇതിൻ്റെ ഒരു നാവ്. അവൾ എത്ര മാറി. അടുക്കളയിലെ ജോലികളെല്ലാം തീർത്ത് ഭാനുവിനോടൊപ്പം മുകളിലെ മുറിയിലേക്ക് പോകാൻ ജഗ്ഗിൽ വെള്ളവുമായി ഗൗരി സ്റ്റെയർ കയറുന്നത് ലിവിംഗ് റൂമിലിരുന്ന് ദേവൻ കണ്ടു. അമ്മയുടെ കൂടെ പോയി കിടക്കണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ പോകുന്നത് കണ്ട് അവന് ദേഷ്യം വന്നു. നീ എവിടേക്കാ? വെള്ളം റൂമിൽ കൊണ്ടയ്ക്കാൻ. നിങ്ങളല്ലേ ഇന്നലെ റൂമിൽ വെള്ളം വെച്ചില്ലെന്ന് പറഞ്ഞത്? അവൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലായ ഗൗരിയുടെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അത് കണ്ട് ദേവനും ചിരി വരാതിരുന്നില്ല. അവൻ വേഗം ഗൗരിയുടെ മുഖത്തു നിന്ന് നോട്ടം മാറ്റി ടിവിയിലേക്ക് ശ്രദ്ധിച്ചു. തൊട്ടരികിലിരുന്ന രവി അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഗൗരി സ്റ്റെയേഴ്സ് കയറി പോയതും ദേവനും പിന്നാലെ ചെന്നു. രണ്ടും കൂടെ മുഴുത്ത പ്രണയാ. സാറിത് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. കുറേ ആദർശം പറയുന്നുണ്ടെങ്കിലും ഒരു നിമിഷം മതിയല്ലോ മനസ്സ് മാറാൻ. എല്ലാം അവൾ അറിഞ്ഞിട്ടായിരുന്നെങ്കിൽ വിഷയമില്ലായിരുന്നു. ഇപ്പോൾ ഒളിച്ചു വെച്ച് ഒരിക്കലെല്ലാം അറിയുമ്പോഴേക്കും കൈവിട്ട് പോയാൽ എന്തു ചെയ്യും? അവൾ ആകെ തകരും. ആ പിശാചാണെങ്കിൽ ഒഴിഞ്ഞു പോകുന്നുമില്ല. ദേവൻ സ്റ്റെയേഴ്സ് കയറി പോകുന്നത് നോക്കി രവി മനസ്സിൽ ചിന്തിച്ചു. ഗൗരി ടേബിളിൽ വെള്ളം കൊണ്ടുവച്ച് തിരിഞ്ഞതും ദേവൻ കട്ട്ളയിൽ ചാരി കൈകൾ നെഞ്ചിൽ പിണഞ്ഞു കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഭാര്യയുടെ ഉത്തരവാദിത്തം കാണിച്ചു തുടങ്ങിയോ? പരാതിയായിരുന്നല്ലോ, ഞാൻ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല, മറ്റു പലതിനുമാണ് എനിക്ക് താല്പര്യമെന്ന്. ഗൗരി അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ശരിയല്ലേ? നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു ഭാര്യ ഭർത്താവിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്.
നീ അത് വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ നമുക്കിടയിലെ വിടവ് അത് ഇതുവരെ ഇല്ലാതായിട്ടില്ല. മാറി നിൽക്കൂ, ഞാൻ പോട്ടെ. പോണോ? വേണം, മാറി നിന്നേ എന്ന് പറഞ്ഞ് അവനെ തിരിച്ചു നിർത്തി പോകാൻ ഗ്യാപ്പുണ്ടാക്കി ഗൗരി അതിലെ റൂമിൽ നിന്ന് പുറത്തു കടന്നു. നിക്കടി എന്ന് പറഞ്ഞ് അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിർത്തി. എന്താ? വാ എന്ന് പറഞ്ഞ് അവളെ റൂമിലേക്ക് കയറ്റാൻ ശ്രമിച്ചതും അവൾ അവൻ്റെ കൈയുടെ പിടിവിടിയിച്ചു. ദേ, കുറച്ച് കൂടുന്നുണ്ടേ. എപ്പോഴും ഇത് ശരിയാവില്ല. ഏത്? നിങ്ങളുടെ ഈ ശൃംഗാരം. ഞാൻ എൻ്റെ ഭാര്യയോടല്ലാതെ മറ്റാരോടെ ശൃംഗരിക്കുക? വാടിവിടെ എന്ന് പറഞ്ഞവൻ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്ത് പൊക്കിയെടുത്ത് കാൽ കൊണ്ട് ഡോറടച്ച് റൂമിനകത്തേക്ക് കൊണ്ടുപോയി. ഏയ്, വിടൂ വിടൂ എന്നെ, എനിക്ക് പോണം എന്ന് പറഞ്ഞവൾ അവൻ്റെ തോളിൽ പിടിച്ച് തള്ളി. അവൻ അവളെ അലമാരയോട് ചേർത്ത് നിർത്തി. ഇവിടെ അടങ്ങി നിൽക്കടി എന്ന് പറഞ്ഞ് രണ്ട് കൈയും അലമാരയിൽ ചാരി അവളെ ലോക്ക് ചെയ്തു. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഞാൻ പോട്ടെ. കുറച്ചു നേരം അടങ്ങി അവിടെ നിൽക്കടി എന്ന് പറഞ്ഞ് അലമാരയുടെ ലോക്കർ തുറന്ന് അതിൽ നിന്ന് ആ 2 വളകളെടുത്ത് അവളുടെ മുഖത്തിന് നേരെ കാണിച്ചു. അന്ന് നീ ഈ വളകൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. അതിന് അത്രത്തോളം കഥകൾ പറയാനുണ്ടായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇനി നിനക്കിതിട്ടൂടെ? അവൾ പ്രണയത്തോടെ അവൻ്റെ മുഖത്തു നോക്കി ചിരിച്ചു. വേഗം കൈ ഉയർത്തി കാണിച്ച് ഇട്ടുതരൂ. അവൻ അതീവ ശ്രദ്ധയോടെ, അതിലുപരി പ്രണയത്തോടെ അവളുടെ കൈകളിൽ ആ വളകൾ അണിയിച്ചു. 2 കൈകളും കൂട്ടിപ്പിടിച്ച് വിരലുകളിൽ ചുംബിച്ചു. നാണം കൊണ്ട് അവളുടെ മുഖം തുടുത്തു. കണ്ണുകൾ പതിയെ താഴേക്ക് ചലിപ്പിച്ചു. വീണ്ടും നാണത്തോടെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി. അവൻ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ആസ്വദിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. പതിയെ മുഖം കൈകളിലെടുത്ത് നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. ഇനി പൊയ്ക്കോ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അവൾ അവിടുന്ന് പോന്നു. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ അവൻ നോക്കി നിന്നു. ശേഷം ഡോറടച്ച് അകത്തേക്ക് പോയി. ഗൗരി സന്തോഷത്തോടെ സ്റ്റേയേഴ്സ് ഇറങ്ങി വരുമ്പോൾ രവി ലിവിംഗ് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. രവിയേട്ടൻ ഇതുവരെ കിടന്നില്ലേ? ഇല്ല, എനിക്ക് ഉറക്കം വന്നില്ല. നീ കിടന്നില്ലേ? ഇല്ല, ഞാൻ അമ്മയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഓഹോ, അമ്മയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല അല്ലേ? ഇപ്പോൾ സമയം ഒരുപാടായല്ലോ. ഇനി പോയി കിടന്നോ. അവൾ റൂമിലേക്ക് പോകാനായി തിരിഞ്ഞതും ഭാനു പിന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖം പെട്ടെന്ന് വിളറി. അമ്മയോ? അമ്മ എന്താ ഇവിടെ? നിന്നോട് സംസാരിച്ചിരുന്ന് ബോറടിച്ച് ഇറങ്ങിപ്പോന്നതാ. നീ അറിഞ്ഞില്ല? അത് എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോവുക എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് ഓടി. അമ്മേ, ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും പെട്ടെന്ന് തീരുമാനിക്കണം. രണ്ടും കൈവിട്ടു പോകുന്ന ലക്ഷണമുണ്ട്. നമ്മൾ എന്ത് തീരുമാനാ പറയുക? എല്ലാം ദേവനല്ലേ തീരുമാനിക്കേണ്ടത്. ഹേമയുടെ കാര്യത്തിൽ ദേവനല്ലേ തീരുമാനമെടുക്കാൻ കഴിയൂ. ആ ബന്ധം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടിയ സമാധാനമായിരുന്നു. എൻ്റെ കുട്ടി പിന്നെ സന്തോഷത്തോടെ ജീവിച്ചോളും. ഗൗരി അവന് അത്രയ്ക്കിഷ്ടാ. അവൾക്കും അതെ. ഭാനു പോകാൻ തുടങ്ങിയപ്പോൾ, അമ്മ മരുന്ന് കഴിച്ചില്ലേ? കഴിച്ചു. പോകുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പോകായിരുന്നില്ലേ? മുട്ടുവേദന വെച്ച് സ്റ്റേയേഴ്സ് കയറിയിറങ്ങുന്നത് ബുദ്ധിമുട്ടല്ലേ? ജഗിൽ വെള്ളം എടുത്ത് ഗൗരി കൂടെ വരുന്നത് കണ്ടപ്പോൾ ഇന്നലത്തെ പോലെ എൻ്റെ കൂടെയായിരിക്കും കിടക്കുന്നതെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാ വേറെ വെള്ളം എടുക്കാതിരുന്നത്. രാത്രി എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്ന ശീലം എനിക്കില്ല. അതുകൊണ്ടാ മരുന്ന് കഴിക്കാനുള്ള വെള്ളം മാത്രം ഗ്ലാസ്സിൽ കൊണ്ടുപോകുന്നത്. റൂമിലെത്തിയപ്പോഴാ മരുന്ന് കഴിക്കേണ്ടത് ഓർമ്മ വന്നത്. വെള്ളം കുറച്ച് ചോദിക്കാമെന്ന് കരുതി ദേവൻ്റെ റൂമിലേക്ക് പോകാൻ നിന്നതാ. അവിടെ അവനുള്ളപ്പോൾ ഞാൻ ചെല്ലുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അമ്മ അവന് ഇഷ്ടമല്ല. അത് മാത്രമല്ല, അവരുടെ ഇടയിലേക്ക് ഞാൻ കയറി ചെല്ലാൻ പാടില്ല. അവൻ്റെ സന്തോഷം എനിക്ക് വലുത്. ഭാനു പതുക്കെ സ്റ്റേഴ്സ് കയറി. ഈ അമ്മ എന്നാ സാറ് മനസ്സിലാക്കുക?